അത് 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 ബോധ്യപ്പെടുത്തേണ്ടവർ ചോദിച്ചാൽ കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിയും. പെൺകുട്ടികൾ ഇത് ഞാൻ ഇന്നലെ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞത് അതിന് 28 റിപ്പോർട്ടഡ് ജഡ്ജ്മെന്റ്സ് കേരളത്തിലെ വിവിധ ഹൈക്കോടതികളുണ്ട്. അതിനകത്ത് ഒരെണ്ണമാണ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് അയച്ചിട്ടുള്ളത്. ഒരെണ്ണം 28 റിപ്പോർട്ടഡ് ജഡ്ജ്മെന്റ്സ് ഉണ്ട്. ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട് എന്ന് വെച്ചിട്ട് ഇപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞു, നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറയട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാനില്ല വിചാരിച്ചില്ലേ. പക്ഷെ അവിടെ പർപ്പസ്ഫുള്ളി മതത്തിന് വേണ്ടി നടത്തുന്ന കൺവേർഷനാണ് ഇവിടെ നമ്മൾ കുറ്റമായി പറയുന്നത്. അതിന്റെ പുറകിൽ ഒരു ദുരുദ്ദേശം ഉണ്ടാകുന്നു. അങ്ങനെ കൺവേർഷന് വേണ്ടി സമുദായം പ്രേരിപ്പിക്കുന്നു എന്ന ഘടകങ്ങൾ വരുമ്പോഴാണ്. അല്ലാതെ എത്രയോ ഇപ്പം ഞാൻ പറയും മുസ്ലിം സഹോദരങ്ങളിൽ തന്നെ അന്തസ്സായിട്ട് ജീവിക്കുന്ന, മാന്യമായി ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. പക്ഷെ പർപ്പസ് വേറെയാകുന്നു. ജിഹാദിന് വേണ്ടി ആകുമ്പോഴല്ലേ ഇതൊക്കെ ഒരു പ്രശ്നമായി മാറും. അപ്പൊ അവിടെ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഇല്ല എന്ന് നിങ്ങൾ ഈ ചാനലിൽ വാർത്ത നടത്തുമ്പോൾ ഈ കോലാഹലങ്ങൾ വെക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതുള്ളതാണ്. പക്ഷെ നിങ്ങൾക്കത് പറയാൻ കഴിയില്ല. പിന്നെ കണക്കെടുത്ത് പുറത്തു വിട്ടാൽ ആ കുടുംബങ്ങളെ കൂടുതൽ അപമാനിക്കുന്നതിന് തുല്യമാണ്. പക്ഷേ ഈ കണക്കുകൾ ബോധ്യപ്പെടുത്തേണ്ടവർ അതിൻ്റെതായ രീതിയിൽ ചോദിച്ചാൽ തീർച്ചയായിട്ടും കണക്കുകൾ നൽകാനുണ്ട്. 400 അല്ല എന്നുകൂടെ മാത്രം പറയുന്നു. അതിന് 50 എണ്ണം പറയാം. 50 എണ്ണമല്ല, എത്ര എണ്ണം വേണമെങ്കിലും കൊടുക്കാൻ ഇവിടെ കണക്കുണ്ട്. എത്ര എണ്ണം വേണം. പക്ഷേ അത് മകള് നഷ്ടപ്പെട്ട് സമൂഹത്തിൽ അപമാനിതരായിട്ടിരിക്കുന്നവരെ പബ്ലിക്കായിട്ട് വീണ്ടും അപമാനിക്കാൻ കഴിയും? ഒരിക്കലും കഴിയും. പക്ഷെ ഇത് യാഥാർത്ഥ്യമാണോ എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമുണ്ട് എന്ന് എനിക്ക് തോന്നി. 9 ജസ്റ്റിസ് KT ശങ്കരന്റെ ഒരു ജഡ്ജ്മെന്റാണ്. ആ ജഡ്ജ്മെന്റിൽ ഞാൻ 22ാമത്തെ പാരഗ്രാഫ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കൃത്യമായി രാവിലെ മുതൽ മാധ്യമ വിചാരണ നടക്കുകയാണല്ലേ, ആ വിചാരണക്കിടയിൽ ആ ജഡ്ജ്മെന്റ് കൂടെ ഒന്ന് ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ഇന്നലെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു കാര്യം തീർത്ത് പറയാം. ഞാനത് കഴിഞ്ഞ പ്രാവശ്യം ജാമ്യം കിട്ടിയപ്പോഴേ പറഞ്ഞൊരു കാര്യമാണ്. PC ജോർജ് ഒരു പൊതുപ്രവർത്തകനാണ്. വിവാദ പ്രസംഗം അല്ലെങ്കിൽ വിദ്വേഷ പ്രസംഗം എന്നൊക്കെ നിങ്ങൾ പറയുന്ന പ്രസംഗങ്ങൾ അദ്ദേഹം ഒരു പൊതുപ്രവർത്തകൻ എന്നതിൽ അദ്ദേഹത്തിന് മുമ്പിൽ വരുന്ന തെറ്റുകളെയും കുറ്റങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനേ PC ജോർജിന് കഴിയും. PC ജോർജിന്റെ നാവിന്റെ താക്കോല് പൂട്ടി പോലീസിന്റെ കയ്യിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ആർക്ക് വേണ്ടി? ഇവിടെ ഏതെങ്കിലും രീതിയിൽ ഇത്തരത്തിലുള്ള സംഘടനകൾക്കെതിരെ പ്രതികരിച്ചാൽ ഉടനെ കേസെടുക്കുന്ന നിലപാട് പോലീസ് തുടർന്നാൽ നിയമപരമായും രാഷ്ട്രീയപരമായും അതിനെ നേരിടുക എന്നല്ലാതെ നമുക്ക് വേറെ മാർഗമില്ല. തീർച്ചയായിട്ടും അത് അതുപോലെ തന്നെ തുടരും എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒന്നും മിണ്ടാൻ പറ്റാതെ ഇരിക്കാൻ ഇത് അഫ്ഗാനിസ്ഥാനോ പാകിസ്ഥാനോ ഒന്നുമല്ല, ഇന്ത്യയാണ്. ഇവിടെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന നമുക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അത് സ്വാഭാവികമായും മിണ്ടി തന്നെ പോകണം എന്നാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനമെങ്കിൽ തീർച്ചയായിട്ടും അതാണ് ശരിയെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്.